ശമൂവേൽ അദ്ധ്യായം 25. ശമൂവേൽ മരിച്ചു. ഇസ്രായേല്യർ ഒരുമിച്ചുകൂടി അവനെ കുറിച്ച് വിലപിച്ചു. റാമയിൽ അവന്റെ വീടിനടുത്ത് അവനെ സംസ്കരിച്ചു. ദാവീദ് പാരാൻ മരുഭൂമിയിൽ പോയി പാർത്തു. കർമ്മേലിൽ വ്യാപാരമുള്ള ഒരു മാവോന്യൻ ഉണ്ടായിരുന്നു. അവൻ മഹാധനികനായിരുന്നു. അവന് 3000 ചെമ്മരിയാടും 1000 കോലാടും ഉണ്ടായിരുന്നു. അവന് കർമ്മേലിൽ ആടുകളെ രോമം കത്തിരിക്കുന്ന ഉത്സവം ഉണ്ടായിരുന്നു. അവന് നാബാൽ എന്നും അവൻ്റെ ഭാര്യയ്ക്ക് അബീഗയിൽ എന്നും പേർ. അവൾ നല്ല വിവേകമുള്ളവളും സുന്ദരിയും. അവനോ നിഷ്ഠൂരനും ദുഷ്കർമ്മിയുമായിരുന്നു. അവൻ കാലേബ് വംശക്കാരനായിരുന്നു. നാബാലിൻ്റെ ആടുകളെ രോമം കത്തിരിക്കുന്ന ഉത്സവം ഉണ്ടെന്ന് ദാവീദ് മരുഭൂമിയിൽ കേട്ടു. ദാവീദ് 10 ഭൃത്യന്മാരെ അയച്ച് അവരോട് പറഞ്ഞു, നിങ്ങൾ കർമ്മേലിൽ നാബാലിൻ്റെ അടുക്കൽ ചെന്ന് എൻ്റെ പേരിൽ അവന് വന്ദനം ചൊല്ലി നന്മ വരട്ടെ. നിനക്ക് നിന്റെ ഭവനത്തിനും നന്മ വരട്ടെ. നിനക്കുള്ള സകലത്തിനും നന്മ വരട്ടെ. നിനക്ക് ആടുകളെ രോമം കത്തിരിക്കുന്ന ഉത്സവമുണ്ടെന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നിന്റെ ഇടയന്മാർ ഞങ്ങളോടുകൂടെ ഇരുന്നപ്പോൾ ഞങ്ങൾ അവരെ ഉപദ്രവിച്ചില്ല. അവർ കർമ്മേലിൽ ഇരുന്ന കാലത്തെല്ലാം അവർക്ക് ഒരാടും കാണാതെ പോയതുമില്ല. നിന്റെ ഭൃത്യന്മാരോട് ചോദിച്ചാൽ അവരും നിന്നോട് പറയും. അതുകൊണ്ട് ഈ ബാല്യക്കാരോട് ദയ തോന്നണം. നല്ല ദിവസമാണല്ലോ ഞങ്ങൾ വന്നിരിക്കുന്നത്. നിന്റെ കയ്യിൽ നിന്നും അടിയങ്ങൾക്കും നിന്റെ മകനായ ദാവീദിനും തരേണമേ എന്ന് അവനോട് പറവിൻ. ദാവീദിന്റെ ബാല്യക്കാർ ചെന്ന് നാബാലിനോട് ഈ വാക്കുകളെല്ലാം ദാവീദിന്റെ പേരിൽ അറിയിച്ചു കാത്തുനിന്നു. നാബാൽ ദാവീദിന്റെ ഭൃത്യന്മാരോട്, ദാവീദ് ആർ? ഇശ്ശായിയുടെ മകൻ ആർ? യജമാനന്മാരെ വിട്ടു പോയിക്കളയുന്ന ദാസന്മാർ ഇക്കാലത്ത് വളരെ ഉണ്ട്. ഞാൻ എൻ്റെ അപ്പവും വെള്ളവും എൻ്റെ ആടുകളെ രോമം കത്തിരിക്കുന്നവർക്കായി തയ്യാർ ചെയ്ത മാംസവും എടുത്ത് എവിടുത്തുകാർ എന്ന് അറിയാത്തവർക്ക് കൊടുക്കുമോ എന്ന് ഉത്തരം പറഞ്ഞു. ദാവീദ് തൻ്റെ ഭൃത്യന്മാർ മടങ്ങി വന്ന് വിവരമെല്ലാം അവനെ അറിയിച്ചു. അപ്പോൾ ദാവീദ് തൻ്റെ ആളുകളോട്, എല്ലാവരും വാൾ അരയ്ക്ക് കെട്ടുവിൻ എന്ന് പറഞ്ഞു. അവർ എല്ലാവരും വാൾ അരയ്ക്ക് കെട്ടി. ദാവീദും വാൾ അരയ്ക്ക് കെട്ടി. ഏകദേശം 400 പേർ ദാവീദിന്റെ പിന്നാലെ പോയി. 200 പേർ സാമാനങ്ങളുടെ അടുക്കൽ പാർത്തു. എന്നാൽ ഭൃത്യന്മാരിൽ ഒരുവൻ നാബാലിന്റെ ഭാര്യയായ അബീഗയിലിനോട് പറഞ്ഞു, ദാവീദ് നമ്മുടെ യജമാനനും വന്ദനം ചൊല്ലുവാൻ മരുഭൂമിയിൽ നിന്ന് ദൂതന്മാരെ അയച്ചു. അവനോ അവരെ ശകാരിച്ചയച്ചു. എന്നാൽ ആ ആളുകൾ ഞങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവരായിരുന്നു. ഞങ്ങൾ വയലിൽ അവരുമായി സഹവാസം ചെയ്തിരുന്ന കാലത്തൊരിക്കലും അവർ ഞങ്ങളെ ഉപദ്രവിച്ചില്ല. ഞങ്ങൾക്കൊന്നും കാണാതെ പോയതുമില്ല. ഞങ്ങൾ ആടുകളെ മേയിച്ചു കൊടുത്തു. അവരോടുകൂടി ആയിരുന്നപ്പോഴെല്ലാം രാവും പകലും അവർ ഞങ്ങൾക്ക് ഒരു മതിലായിരുന്നു. ആകയാൽ ഇപ്പോൾ ചെയ്യേണ്ടതെന്തെന്ന് ആലോചിക്കണം. നമ്മുടെ യജമാനനും അവൻ്റെ സകല ഭവനത്തിനും ദോഷം നിർണയിച്ചു പോയിരിക്കുന്നു. നാബാൽ ഇടയന്മാരുടെ അടുത്ത് ആയിരുന്നു. ഉടനെ അബീഗയിൽ 200 അപ്പവും 2 തുരുത്തി വീഞ്ഞും പാകം ചെയ്ത 5 ആടും
5 പറമലരും 100 ഉണക്കം മുന്തിരിക്കുലയും 200 അത്തിയടയും എടുത്ത് കഴുതപ്പുറത്ത് കയറ്റി വൃത്യയോട്, നിങ്ങൾ എനിക്ക് മുമ്പായി പോകുവിൻ, ഞാനിതാ പിന്നാലെ വരുന്നു എന്ന് പറഞ്ഞു. തൻ്റെ ഭർത്താവായ നാബാലിനോട് അവൾ ഒന്നും അറിയിച്ചില്ല. അവൾ കഴുതപ്പുറത്ത് കയറി മലയുടെ മറവിൽ കൂടി ഇറങ്ങി ചെല്ലുമ്പോൾ ഇതാ ദാവീദും അവൻ്റെ ആളുകളും അവളുടെ നേരെ വരുന്നു. അവൾ അവരെ എതിരേറ്റു. എന്നാൽ ദാവീദ് മരുഭൂമിയിൽ അവന് ഉണ്ടായിരുന്നതൊക്കെയും ഞാൻ വെറുതെയല്ലോ കാത്തത്, അവൻ്റെ വക ഒന്നും കാണാതെ പോയതുമില്ല. അവനോ നന്മയ്ക്ക് പകരം എനിക്ക് തിന്മ ചെയ്തു. അവനുള്ള സകലത്തിലും പുരുഷപ്രജയായ ഒന്നിനെയെങ്കിലും പുലരും വരെ ഞാൻ ജീവനോടെ വെച്ചാൽ ദൈവം ദാവീദിൻ്റെ ശത്രുക്കൾക്ക് തക്കവണ്ണവും അധികവും ചെയ്യട്ടെ എന്ന് പറഞ്ഞിരുന്നു. അബിഗയിൽ ദാവീദിനെ കണ്ടപ്പോൾ ക്ഷണത്തിൽ കഴുതപ്പുറത്തു നിന്നിറങ്ങി ദാവീദിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു നമസ്കരിച്ചു. അവൾ അവൻ്റെ കാൽക്കൽ വീണു പറഞ്ഞത്, യജമാനനെ കുറ്റം എൻ്റെ മേലിരിക്കട്ടെ, അടിയൻ ഒന്ന് ബോധിപ്പിച്ചു കൊള്ളട്ടെ, അടിയൻ്റെ വാക്കുകളെ കേൾക്കണമേ. ദുസ്വഭാവിയായ ഈ നാബാലിനെ യജമാനൻ ഗണ്യമാക്കരുതേ, അയാൾ തൻ്റെ പേർ പോലെ തന്നെയാകുന്നു. നാബാൽ എന്നല്ലോ അയാളുടെ പേര്, ഭോഷത്വം അത്രേ അയാൾക്കുള്ളത്. അടിയനോ യജമാനൻ അയച്ച വൃത്യരെ കണ്ടിരുന്നില്ല. ആകയാൽ യജമാനനെ കർത്താവാണേ നിന്നാണേ, രക്തപാതകവും സ്വന്തം കയ്യാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം കർത്താവ് നിന്നെ തടുത്തിരിക്കുന്നു. നിന്റെ ശത്രുക്കളും യജമാനന് ദോഷം വിചാരിക്കുന്നവരും നാബാലിനെ പോലെ ആകട്ടെ. ഇപ്പോൾ യജമാനൻ്റെ അടുക്കൽ അടിയൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ കാഴ്ച യജമാനൻ്റെ പരിചാരകരായ ഭൃത്യന്മാർക്കിരിക്കട്ടെ. അടിയൻ്റെ കുറ്റം ക്ഷമിക്കണമേ. കർത്താവ് യജമാനന് സ്ഥിരമായൊരു ഭവനം പണിയും. കർത്താവിൻ്റെ യുദ്ധങ്ങളെയാണല്ലോ യജമാനൻ നടത്തുന്നത്. ആയുഷ്കാലത്തൊരിക്കലും അങ്ങയിൽ ദോഷം കാണുകയില്ല. മനുഷ്യൻ പിന്തുടർന്ന് അങ്ങേക്ക് ജീവഹാനി വരുത്തുവാൻ നോക്കിയാലും യജമാനൻ്റെ പ്രാണൻ അങ്ങയുടെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ ജീവഭണ്ഡാരത്തിൽ കെട്ടപ്പെട്ടിരിക്കും. അങ്ങയുടെ ശത്രുക്കളുടെ ജീവനെയോ അവൻ കവീണയുടെ തടത്തിൽ നിന്ന് എന്ന പോലെ എറിഞ്ഞുകളയും. എന്നാൽ ദൈവം യജമാനന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന എല്ലാ നന്മയും നിവർത്തിച്ച് അന്ന് അങ്ങ് ഇസ്രായേലിനെ രാജാവാക്കി വയ്ക്കുവാൻ അകാരണമായി രക്തം ചിന്തുകയും യജമാനൻ താൻ തന്നെ പ്രതികാരം നടത്തുകയും ചെയ്തു പോയി എന്നുള്ള ചഞ്ചലവും മനോവ്യതയും യജമാനനുണ്ടാകുകയില്ല. എന്നാൽ കർത്താവ് യജമാനന് നന്മ ചെയ്യുമ്പോൾ ഈ ദാസിയെയും ഓർത്തുകൊള്ളണമേ. ദാവീദ് അബീഗയിലിനോട് പറഞ്ഞത്, എന്നെ എതിരേൽപ്പാൻ നിന്നെ ഇന്ന് അയച്ചിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവിന് സ്തോത്രം. നിന്റെ വിവേകം വിശിഷ്ടം, രക്തപാതകവും സ്വന്തം കയ്യാൽ പ്രതികാരവും ചെയ്യാതെ വണ്ണം എന്നെ ഇന്ന് തടുത്തിരിക്കുന്ന നീയും അനുഗ്രഹിക്കപ്പെട്ടവർ. നിന്നോട് ദോഷം ചെയ്യാതെ വണ്ണം എന്നെ തടുത്തിരിക്കുന്ന ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവാണേ. നീ ബന്ധപ്പെട്ട് എന്നെ എതിരേറ്റു വന്നിരുന്നില്ലെങ്കിൽ നേരം പുലരുമ്പോഴേക്ക് പുരുഷ പ്രജയൊന്നും നാബാലിന് ശേഷിക്കയില്ലായിരുന്നു.
പിന്നെ അവൾ കൊണ്ടുവന്നത് ദാവീദ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി അവളോട്, സമാധാനത്തോടെ വീട്ടിലേക്ക് പോക, ഇതാ ഞാൻ നിന്റെ വാക്ക് കേട്ടു, നിന്നെ ആദരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അബീഗയിൽ നാബാലിന്റെ അടുക്കൽ എത്തിയപ്പോൾ അവൻ തൻ്റെ വീട്ടിൽ രാജവിരുന്ന് പോലെ ഒരു വിരുന്ന് കഴിക്കുന്നത് കണ്ടു. നാബാലിന്റെ ഹൃദയം ആനന്ദത്തിലായി. അവന് നന്നായി ലഹരി പിടിച്ചിരുന്നു. അതുകൊണ്ട് അവൾ നേരം വെളുക്കും വരെ വിവരമൊന്നും അവനെ അറിയിച്ചില്ല. എന്നാൽ രാവിലെ നാബാലിന്റെ വീഞ്ഞ് ഇറങ്ങിയ ശേഷം അവൻ്റെ ഭാര്യ അവനോട് വിവരം അറിയിച്ചപ്പോൾ അവൻ്റെ ഹൃദയം അവൻ്റെ ഉള്ളിൽ നിർജീവമായി. അവൻ ഭ്രമിച്ചുപോയി. 10 ദിവസം കഴിഞ്ഞ ശേഷം ദൈവം നാബാലിനെ ശിക്ഷിച്ചു. അവൻ മരിച്ചുപോയി. നാബാൽ മരിച്ചു എന്ന് ദാവീദ് കേട്ടപ്പോൾ എന്നെ നിന്ദിച്ച നിന്ദയ്ക്കായിട്ട് നാബാലിനോട് വ്യവഹരിക്കുകയും തൻ്റെ ദാസനെ തിന്മ ചെയ്യാതെ വണ്ണം തടുക്കുകയും ചെയ്ത കർത്താവിന് സ്തോത്രം. നാബാലിൻ്റെ ദുഷ്ടത കർത്താവ് അവൻ്റെ തലയിൽ തന്നെ വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് അബിഗയിലിനെ തനിക്ക് ഭാര്യയായി പരിഗ്രഹിക്കേണ്ടതിന് അവളോട് സംസാരിപ്പാൻ ആളയച്ചു. ദാവീദിന്റെ ഭൃത്യന്മാർ കർമ്മേലിൽ അബീഗയിലിന്റെ അടുക്കൽ ചെന്ന് അവളോട്, നീ ദാവീദിന്റെ ഭാര്യയായിരിക്കുവാൻ നിന്നെ കൊണ്ട് ചെല്ലേണ്ടതിന് ഞങ്ങളെ നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അവൾ എഴുന്നേറ്റ് നിലം വരെ തല കുനിച്ചു, ഇതാ അടിയൻ യജമാനന്റെ ദാസന്മാരുടെ കാലുകളെ കഴുകുന്ന ദാസി എന്ന് പറഞ്ഞു. ഉടനെ അബിഗയിൽ എഴുന്നേറ്റ് തൻ്റെ പരിചാരികളായ 5 ഭാര്യക്കാരത്തികളുമായി കഴുതപ്പുറത്ത് കയറി ദാവീദിന്റെ ദൂതന്മാരോടുകൂടെ ചെന്നു. അവന് ഭാര്യയായി തീർന്നു. യസ്രീലിൽ നിന്ന് ദാവീദ് അഹീനോവമിനെയും കൊണ്ടുവന്നു. അവർ ഇരുവരും അവന് ഭാര്യമാരായി തീർന്നു. ശൗലോ തൻ്റെ മകളും ദാവീദിന്റെ ഭാര്യയുമായിരുന്ന മീഖളിനെ ഗലീമ്യനായ ലയീശിന്റെ മകൻ ഫൽത്തിക്ക് കൊടുത്തിരുന്നു. ദൈവമേ, സ്തുതി, നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.